മലപ്പുറം ചങ്ങരംകുളം ഉദിനപ്പറമ്പിൽ സംഘർഷം. കോൺഗ്രസ് നേതാവിന് വെട്ടേറ്റു. സംഘർഷം തടയാനെത്തിയവർക്കും പരിക്ക്. 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഒരു മോട്ടോർ മോട്ടോർ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു കാറ് ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിഞ്ഞത്. ആ രംഗത്ത് ഞാൻ എൻ്റെ വണ്ടി സൈഡാക്കിയിട്ട് ചോദ്യം ചെയ്തേക്കുമ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് ബാക്കിൽ നിൽക്കുന്ന ആള് വടിവാളാണോ വാളാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. വാളാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ആ വാള് വെച്ച് എന്നെ വെട്ടുകയും അതിന് എൻ്റെ ബാക്കിലുണ്ടായിരുന്ന ആൾ തടുക്കാൻ നോക്കുമ്പോൾ അയാള് ചവിട്ടും, അതുപോലെ തന്നെ നാവിക്ക് ഇടിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ വരുന്നുള്ള പയ്യൻ താഴെ വീണ് അവർക്കും പരിക്ക് പറ്റി. ഒരുപാട് തെമ്മാടിത്തരം, ലഹരിയുടെ ശരിക്കുള്ള ഒരു മുഖം എന്താന്നുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത്. സമീർ, ഇത് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? സമീർ, ഉന്മേഷ്, ലഹരി സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നുള്ളതാണ് പരിക്കേറ്റവർ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 3 പേരെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ ചങ്ങരംകുളം ആലങ്കോടിന് സമീപം ഉദിനപ്പറമ്പിൽ ഈ സംഘർഷം ഉണ്ടാകുന്നത്. ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നുള്ളതാണ് പരിക്കേറ്റ ഇയാൾ വ്യക്തമാക്കുന്നത്. ഈ കോൺഗ്രസ് നേതാവായിരിക്കുന്ന വടക്കേതിൽ സുബൈർ എന്ന് പറയുന്ന 45-കാരനാണ് കാര്യമായ പരിക്കേറ്റിരിക്കുന്നത്. ഇയാളുടെ തലക്കാണ് വെട്ടേറ്റത്. ഇത് അക്രമം കണ്ട് തടയാനെത്തിയ റാഫി എന്നോടൊപ്പം ലബീബ് എന്നിവർക്കും പരിക്കേറ്റിരിക്കുകയാണ്. മാരകായുധങ്ങളുമായി വന്ന സംഘമാണ് അക്രമം നടത്തിയത് എന്നുള്ളതാണ് സുബൈർ വ്യക്തമാക്കുന്നത്. വടിവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു എന്നും സുബൈർ വ്യക്തമാക്കുന്നു. ഇയാളുടെ തലയ്ക്ക് ഏതാണ്ട് 7ഓളം തുന്നലുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് കഴുത്തിനും പിൻഭാഗത്തുമായാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ നിലവിൽ ചങ്ങരംകുളത്തുള്ള ഓർക്കിഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചങ്ങരംകുളം പോലീസ് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയ 3 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് വിശദാംശങ്ങൾ നൽകിയത്.